വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. നമുക്കത് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ഹീറ്റ് ചെയ്യാം. എല്ലാം നമ്മൾ കുക്കറിൽ തന്നെ ഫുൾ പ്രോസസ്സ് ചെയ്യുന്നത്. കുക്കറിലേക്ക് ബട്ടർ 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിക്കാം. ഓക്കെ, ബട്ടർ നന്നായിട്ട് ഹീറ്റായി ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇതിനകത്ത് ഓയിൽ ചേർക്കുന്നത് ബട്ടർ ബേൺഡ് ആയി പോകാതിരിക്കാനായിട്ട്. കുറച്ച് ഓയിലൂടെ ഉണ്ട്, ബട്ടർ കരിഞ്ഞു പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ഓയിലൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാകുമ്പം ഇതിനകത്തേക്ക് ഗാർലിക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു തണ്ട് സെലറി, ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഗാർലിക്കിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് ഒരു അണിയൻ, ഒരു മീഡിയം സൈസ് അണിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അണിയൻസ് ഇടുമ്പോൾ കുറച്ച് സോൾട്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ്. ലീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കുക. ഇതാണ് ലീക്ക്. ഇപ്പോൾ ഇത് ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹാർഡായിട്ടുള്ള പോർഷൻ ഉണ്ടെങ്കിൽ അത് ഇതിങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുക. അറ്റം കട്ട് ചെയ്തിട്ട് അത് റിങ്സായിട്ട് കട്ട് ചെയ്യുക. അതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ അണിയൻസ് ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ ബ്രൗൺ ആകത്തില്ല, ലൈറ്റ് ബ്രൗൺ ടിൻറ്റ് വരും. ആ ഒരു സമയത്ത് നമുക്ക് പൊട്ടാറ്റോസും ലീക്സും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്ന 2 പൊട്ടാറ്റോ ആണ്. 2 അത്യാവശ്യം വലിയ പൊട്ടാറ്റോ. 3 തണ്ട് ലീക്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ടേ ചെയ്യുക. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇടാം. വൺ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്ത ശേഷം നമ്മളിതിനകത്തേക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ വാട്ടർ, വെള്ളം ചേർത്താലും മതി, ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കോ ചിക്കൻ്റെ സ്റ്റോക്കോ ചേർക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ സ്റ്റോക്കാണ്. വെജിറ്റബിൾ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. 4 കപ്പ് വെജിറ്റബിൾ സ്റ്റോക്ക്. വെജിറ്റബിൾ സ്റ്റോക്ക് നമുക്കൊന്നെങ്കിൽ ക്യൂബ്സ് കിട്ടും, വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് കിട്ടും. അത് 4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അല്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്സ്, ബീൻസ്, സെലറി, ഗാർലിക്, പെപ്പർ, ഇതെല്ലാം കൂടെ നന്നായിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എടുക്കുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തായിട്ട് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ച് 1 വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. പൊട്ടാറ്റോസ് നന്നായിട്ട് സോഫ്റ്റ് ആവണം, അതുവരെ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ ഫുൾ റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് ഓപ്പൺ ചെയ്യാം. ഈ മിക്സ്ചർ കൂളാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് കൂളായ ശേഷം ബ്ലെൻഡറിലിട്ട്, മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പ്യൂർ ചെയ്തെടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ചൂടോടെ അടിക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ ഒഴിക്കുകയാണ്. ഇത് സ്മൂത്ത് ആകുന്ന വരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ മിക്സ്ചർ തിക്കായി വീണ്ടും ഞാൻ സോസ് പാനിലേക്ക് ഇടുക. അപ്പോൾ വീണ്ടും പാൻ ഹീറ്റ് ചെയ്യുക, കുക്കർ ഹീറ്റ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് ചൂടാവണം.
ഇതിനകത്തേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ഇടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് പെപ്പറാണ്. വൈറ്റ് പെപ്പറോ ഇല്ലാത്തവർക്ക് ബ്ലാക്ക് പെപ്പറാണല്ലോ യൂസ് ചെയ്യാം. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ചേർത്തു. ഒന്ന് ബോയിലാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് ബോയിലാകാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ ഇന്നത്തേക്ക് ക്രീം ആഡ് ചെയ്യും. നമ്മളിവിടെ ചേർക്കുന്ന ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് ക്രീമാണ്. അമൂലിൻ്റെയൊക്കെ കുക്കിംഗ് ക്രീം. നല്ല ചൂടോടെ തന്നെ സൂപ്പ് ബോളിലേക്ക് ഒഴിക്കാം. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻസ് സ്പ്രിങ്കിൾ ചെയ്യും. അപ്പോൾ ഈ സൂപ്പ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ്, വളരെ മൈൽഡ് ബട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇത് സെർവ് ചെയ്യുമ്പം എപ്പോഴും ഒന്നെങ്കിൽ ബ്രെഡ് സ്റ്റിക്സ് അല്ലെങ്കിൽ ബ്രെഡ് ക്രൂട്ടോൺസ്, നമ്മൾ ബ്രെഡ് ചെറിയ ക്യൂബ്സാക്കി ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തോ ഇതിനൊപ്പം സെർവ് ചെയ്യാം. അതാണ് കോമ്പിനേഷൻ. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. ഈ സൂപ്പ് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.